അടുത്തതും ഒരു കോർ ഒബ്ജക്റ്റീവ് എലമെൻറ്റാണ്. തൊട്ട് മുമ്പ് കണ്ടതുപോലെ നമ്മൾ 3 കമ്മിറ്റ്മെൻറ്റ് കണ്ടു, ഒരു കോർ കണ്ടു, രണ്ടാമത്തെ കോറിലേക്ക് പോവുകയാണ്. അഞ്ചാമത്തെ ഒബ്ജക്റ്റീവ് എലമെൻ്റാണ് ഹൈ റിസ്ക് മെഡിക്കേഷൻ ഓർഡേഴ്സ് ആർ വെരിഫൈഡ് ബിഫോർ ഡിസ്പെൻസിങ്. നമ്മുടെ എല്ലാ ഹൈ റിസ്ക് മെഡിക്കേഷൻസ്, ഹൈ റിസ്ക് ലിസ്റ്റ് നമുക്കറിയാമെന്നുള്ള ആൾറെഡി സോഫ്റ്റ്വെയറിൽ ഹൈ റിസ്ക് മെഡിക്കേഷൻസ് കൊടുത്തിട്ടുള്ളത് തന്നെ അവിടെ ഹൈ റിസ്ക് മെഡിക്കേഷൻസ് ഏതൊക്കെയാണെന്ന് അറിയുന്നതിന് വലിയ പാടൊന്നുമില്ല. ഹൈ റിസ്ക് മെഡിക്കേഷൻസ് എന്ന് പറഞ്ഞത് വളരെ കൃത്യമായി വേരിഫിക്കേഷൻ നമ്മുടെ ഹോസ്പിറ്റലിൽ നടത്തിയിട്ട് മാത്രം ഡിസ്പെൻസിങ് നടത്തണമെന്നാണ് അഡ്വൈസ് ചെയ്യുന്നത്. പിന്നെ ഈ NABHന്റെ പുസ്തകം കയ്യിലുണ്ടെങ്കിൽ ധാരാളം മിസ്റ്റേക്കുകൾ കടന്നുകൂടിയിട്ടുള്ള ഒരു പുസ്തകമാണ്. അതുകൊണ്ട് തന്നെ അതിനകത്ത് സ്പെല്ലിംഗ് മിസ്റ്റേക്കുകളും എഴുതിയതിൽ വന്ന സംഖ്യകളുടെ കാൽക്കുലേഷൻ മിസ്റ്റേക്കുകൾ ഉള്ളതുപോലെ തന്നെ അതിലൊരു കാര്യത്തെക്കുറിച്ച് പറയുന്ന ആശയത്തിലും മിസ്റ്റേക്കുകളുണ്ട്. ഈ ഒരു ഒബ്ജക്റ്റീവ് എലമെൻ്റ് ഇൻ്റർപ്രിട്ടേഷൻ വായിക്കുമ്പോൾ നിങ്ങൾ അത് അക്ഷരാർത്ഥത്തിൽ അങ്ങ് സ്വീകരിക്കല്ലേ. ഇൻ്റർപ്രിട്ടേഷൻ ഇങ്ങനെ പറയുന്നത്, ഹൈ റിസ്ക് മെഡിക്കേഷൻ ഷാൾ ബി ഗിവൺ ഓൺലി ആഫ്റ്റർ റിട്ടേൺ ഓർഡേഴ്സ് ആൻഡ് ഇറ്റ് ഷാൾ ബി വെരിഫൈഡ് ബൈ ദ സ്റ്റാഫ് ബിഫോർ ഡിസ്പെൻസിങ്. നമുക്ക് EMR എല്ലാം ഉപയോഗിക്കുന്ന ഹോസ്പിറ്റലിൽ, ഡിജിറ്റൽ ഹെൽത്ത് ഉപയോഗിക്കുന്ന ഹോസ്പിറ്റലിൽ ഡിജിറ്റൽ ഫോർമാറ്റഡ് മോസ്റ്റ്ലി അഡ്വാൻസ്ഡ് ടെക്നോളജീസ് യൂസ്ഡ് ഫോർ പ്രിസ്ക്രിപ്ഷൻസ്. അപ്പോൾ ആ ഒരു ലെവലിൽ പ്രിസ്ക്രിപ്ഷൻസ് പോകുമ്പോൾ അവിടെ വെരിഫിക്കേഷനുള്ള ഓപ്ഷൻ ഡിജിറ്റലി തന്നെ അവൈലബിൾ ആണ്. പിന്നെ പോയി എഴുതി ഓർഡർ കൊണ്ടുവന്നാലേ ഹൈ റിസ്ക് മെഡിസിൻ തരൂ എന്ന് ഫാർമസിയിൽ ഇരിക്കുന്ന ഒരു ശാഠ്യം പിടിക്കരുത്. അത് NABHൽ ഇങ്ങനെയാണ് ഇൻ്റർപ്രിട്ടേഷൻ എഴുതി വെച്ചിരിക്കുന്നത്. അത് ആശയപരമായി ഇവിടെ വന്നിരിക്കുന്ന ഒരു തെറ്റാണ്. അവിടെ മെഡിസിൻ പ്രിസ്ക്രിപ്ഷൻ ഓർഡേഴ്സ് ഉണ്ടാവണം. ഒരു ഡോക്ടറുടെ ഓർഡർ, അത് ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ്സ് ആയാലും എഴുതിയതായാലും ഒരു ഓർഡർ ഉണ്ടായിരിക്കണം. ആ ഓർഡർ വെരിഫൈ ചെയ്തിട്ടായിരിക്കണം ഡിസ്പെൻസ് ചെയ്യേണ്ടത് എന്നാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഓക്കെ, അത് നിയമപരമായിട്ടുള്ള എല്ലാ റിക്വയർമെൻറ്റ്സും ഹൈ റിസ്ക് മെഡിക്കേഷൻ്റെ കാര്യത്തിൽ കീപ്പ് ചെയ്യണം. കോർ ഒബ്ജക്റ്റീവ് എലമെൻ്റ് ആണ്. 2 എണ്ണമാണ് ഇവിടെ കോർ ഒബ്ജക്റ്റീവ് എലമെൻ്റ് 6ാമത്തെ സ്റ്റാൻഡേർഡ് ഉള്ളത്. അതിൽ നമ്മുടെ 5ാമത്തെ ഒബ്ജക്റ്റീവ് എലമെൻറ്റും 4ാമത്തെ ഒബ്ജക്റ്റീവ് എലമെൻറ്റും കോറാണ്. 6ാമത്തെ സ്റ്റാൻഡേർഡിലെ 5ാമത്തെ ഒബ്ജക്റ്റീവ് എലമെൻറ്റ് ഹൈ റിസ്ക് മെഡിക്കേഷൻസ് ഓർഡേഴ്സ് ആർ വെരിഫൈഡ് ബിഫോർ ഡിസ്പെൻസിങ്. നമ്മളുടെ പ്രിസ്ക്രിപ്ഷനുമായിട്ട് അത് വെരിഫൈ ചെയ്തിട്ട് വേണം ഡിസ്പെൻസ് ചെയ്യാനായിട്ട്.